ഇപ്പോൾ നമുക്കൊപ്പം അഹമ്മദാബാദിൽ ജോലി ചെയ്തിട്ടുള്ള റിട്ടയർഡ് ജോയിൻറ്റ് ജനറൽ മാനേജർ എയർ ട്രാഫിക് കൺട്രോളർ ATC നമുക്കൊപ്പം ചേരുന്നു മാക്സിസ് OV. ഗുഡ് മോർണിംഗ് മാക്സിസ് OV. വല്ലാതെ ലോകം തന്നെ നടുങ്ങി നിൽക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ചിത്രം നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ ഈ പ്രഭാതത്തിന് കറുത്ത നിറമാണ് എന്ന് തോന്നുന്നു. വല്ലാത്ത ഒരു സങ്കടകരമായ സാഹചര്യമാണ്. ദുരന്ത മണ്ണിലെല്ലാം നമ്മുടെ വാർത്താ ലേഖകരൊക്കെ തന്നെ അവിടെ പോയതിനു ശേഷം മനസ്സ് മരവിച്ച രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു മനുഷ്യനെ കണ്ടു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഈ ദുരന്ത മണ്ണിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ താങ്കൾ അവിടെ കുറേ കാലം ജോലി ചെയ്ത ആളാണല്ലോ. അവിടെ നിന്നുള്ള ഈ ചിത്രങ്ങൾ താങ്കളുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. SK, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഏകദേശം 5 വർഷത്തോളം അഹമ്മദാബാദ് എയർ ട്രാഫിക് കൺട്രോളിൽ വർക്ക് ചെയ്ത ഒരു ഓഫീസറാണ് ഞാൻ. കൺട്രോൾ ടവറിലിരുന്ന് അനേക വിമാനങ്ങളെ കൺട്രോൾ ചെയ്യും, ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അഹമ്മദാബാദ് എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് അഹമ്മദാബാദ്. ഏറ്റവും ആധുനികമായ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളും അവിടെയുണ്ട്. റഡാർ, ഏരിയ കൺട്രോൾ യൂണിറ്റ് തുടങ്ങിയ ATCയുടെ മികച്ച സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. ഇന്ന് ഈ ദുരന്തം സത്യത്തിൽ കേട്ടപ്പോൾ തന്നെ വളരെ പോയ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ഈ അഹമ്മദാബാദ് പോലുള്ള ഒരു എയർപോർട്ട് ഒട്ടും സേഫ്റ്റി ക്രിട്ടിക്കലായുള്ള ഒരു എയർപോർട്ടല്ല അഹമ്മദാബാദ്. അങ്ങനെ പ്രത്യേക നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ പ്രിക്കോഷൻസോ ഒന്നും നിലവിലില്ലാത്ത ഒരു എയർപോർട്ടാണ് അഹമ്മദാബാദ് എയർപോർട്ട്. 3505 മീറ്റർ റൺവേ ലെങ്ത്തും 45 മീറ്റർ റൺവേ ഉള്ള ഈ പർട്ടിക്കുലർ റൺവേ 23-ലാണ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. ആ 23 റൺവേ പറ്റി പറയുകയാണെങ്കിൽ അതിന് അപ്വേർഡ് സ്ലോപ്പല്ല, ഡൗൺവേർഡ് സ്ലോപ്പാണ് ഉള്ളത്. അത് എയർക്രാഫ്റ്റിന് അധികം പവർ ഇല്ലാതെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു റൺവേ ആണ് റൺവേ 23 എന്ന് പറഞ്ഞാൽ. ഈ വിമാനം റൺവേ 23-ൽ ടേക്ക് ഓഫ് ചെയ്തു. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വിമാനത്തിന് ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടത് അഹമ്മദാബാദിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2400 മീറ്ററിൽ താഴെ മാത്രം മതി. പക്ഷേ 3505 മീറ്ററുള്ള റൺവേയിൽ ടേക്ക് ഓഫ് ചെയ്യാൻ ഇതിന് യാതൊരു പ്രയാസവും ഇല്ല. അതിൽ ലോഡ് ഫാക്ടറൊന്നും ഇല്ല. ഈ എയർക്രാഫ്റ്റിൻ്റെ ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്യൂവലും ഫുൾ പാസഞ്ചറും കാർഗോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അലൗബിൾ ആയിട്ടുള്ള മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 250 ടണ്ണാണ്. ഇത് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എയർ ട്രാഫിക് കൺട്രോൾ ഉള്ള ഡ്യൂട്ടി ഓഫീസർ, അതായത് അവിടുത്തെ എയറോഡ്രോം കൺട്രോളർ, ടവർ കൺട്രോളർ, റൺവേയിൽ കാര്യമായ ഒബ്സ്ട്രക്ഷൻസോ ബേർഡ്സോ അങ്ങനത്തെ സംഗതിയൊന്നും ഇല്ല എന്ന് എൻഷുർ ചെയ്തതിന് ശേഷമാണ് ഒരു ടേക്ക് ഓഫ് ക്ലിയറൻസ് ഇഷ്യൂ ചെയ്യുക. ഈ എയർക്രാഫ്റ്റിനും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും ചെയ്തിരിക്കുക. അപ്പോൾ ടേക്ക് ഓഫിനിടയിൽ ഒരു ബേർഡ് ഹീറ്റോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്ന എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ശ്രദ്ധയിൽ പെടുമായിരുന്നു. അങ്ങനെയൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ടേക്ക് ഓഫ് കംപ്ലീറ്റ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ എയർക്രാഫ്റ്റ് ഏകദേശം ഒരു 600-700 അടിയോളം ഉയർന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ചില റിപ്പോർട്ടുകൾ പറഞ്ഞു 800 അടി വരെ ഉയർന്നിട്ടുണ്ടെന്നാണ്. ഉടനെ പെട്ടെന്ന് ഈ എയർക്രാഫ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് പോലും ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അത് ആ ടേക്ക് ഓഫ് ആറ്റിറ്റ്യൂഡിലായിരുന്നു, പിച്ച് അപ്പായിരുന്നു, എയർക്രാഫ്റ്റിൻ്റെ നോസ് അപ്പായിരുന്നു. ഒരു 3 ഡിഗ്രി ആംഗിളിലാണ് സാധാരണ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുക. ആ ടേക്ക് ഓഫിൻ്റെ ആ കോൺഫിഗറേഷൻ, ആ പിച്ച്, ആ ആറ്റിറ്റ്യൂഡ് മാറാതെ തന്നെ പെട്ടെന്ന് പവർ ലോസ് ഉണ്ടാകുകയും എയർക്രാഫ്റ്റ് സ്റ്റാൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ സമയത്താണ് പൈലറ്റ് മെയ്ഡേ 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 എന്ന ഡിസ്ട്രസ് സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിന് കൊടുക്കുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ അത് പാനിക്കായിട്ട് കൊടുത്തുകൊണ്ട് ഒരു പൈലറ്റ് എയർക്രാഫ്റ്റിൻ്റെ കോൾ സൈൻ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിനെ സംബന്ധിച്ച് ആ സമയത്ത് ഒന്നിലധികം എയർക്രാഫ്റ്റുകൾ അഹമ്മദാബാദ് കൺട്രോൾ ടവറിൻ്റെ നിയന്ത്രണത്തിൽ റേഡിയോ കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ഏത് എയർക്രാഫ്റ്റാണ് ഈ അടിയന്തര സന്ദേശം അയച്ചത് എന്ന ചെറിയൊരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഡിസ്ട്രസ് മെസ്സേജ് അവർ അക്നോളജ് ചെയ്യുകയും ഉടനെ തന്നെ റിപ്പോർട്ട് കോൾ സൈൻ എന്ന് ഈ എയർക്രാഫ്റ്റിനോട് തിരിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഏത് എയർക്രാഫ്റ്റാണ് ഈ മേഡേ സന്ദേശം അയച്ചതെന്ന് എയർ ട്രാഫിക് കൺട്രോൾ അവരോട് തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നു ആ മെസ്സേജ്. പക്ഷേ അതിനുശേഷം എയർക്രാഫ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പിന്നെ എയർക്രാഫ്റ്റ് ഏകദേശം റൺവേയുടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് എടുത്ത് നോക്കി ഏകദേശം 2 കിലോമീറ്ററാണ് ഈ മേഘാനി നഗർ എന്ന് പറയുന്നത്. ഈ റൺവേ 23-യുടെ എൻഡിൽ നമ്മുടെ ആർമിയുടെ കണ്ടോൺമെൻറ്റ് ഏരിയ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജനനിബിഡമായ ഒരു ഏരിയയാണ് മേഘാനി നഗർ. ഈ മെഡിക്കൽ കോളേജൊക്കെ ആ ടേക്ക് ഓഫ് പാത്തിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യമായിട്ടുള്ള ഈ ഒരു എൻജിൻ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്, അത് ഡിസിഷൻ സ്പീഡ് എന്ന് പറയും ടെക്നിക്കലി. ആ ഡിസിഷൻ സ്പീഡ് അച്ചീവ് ചെയ്തതിന് ശേഷം ഒരു എൻജിൻ ഫെയിലിയർ ആയാലും വിമാനത്തിന് വളരെ സുഖകരമായിട്ട് ടേക്ക് ഓഫ് ചെയ്ത് പൂർത്തിയാക്കുകയും വേണമെങ്കിൽ ഒരു പ്രിക്കോഷണറി ലാൻഡിങ്, ഒരു എമർജൻസി ലാൻഡിങ് ചെയ്യാൻ
പറ്റും, മറ്റൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കുന്ന എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ക്രിട്ടിക്കൽ സ്പീഡ്, അതായത് ഡിസ്റ്റൻസ് സ്പീഡ് കഴിഞ്ഞു, എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തു. ആ ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്രൗണ്ടിലുള്ള റൺവേ 45 മീറ്ററാണ്. അതിന് റൺവേ വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 7.5 മീറ്റർ രണ്ട് സൈഡിലും റൺവേ ഷോൾഡർ പേവ്ഡ് ഏരിയ ആണ്. ആ പേവ്ഡ് ഏരിയയുടെ പുറത്ത് പിന്നെ കച്ച സർഫസ് ആണ്. അവിടുന്ന് പൊടിപടലങ്ങൾ ഉയരുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് എഞ്ചിൻ്റെ ത്രസ്റ്റ് ആ സമയത്ത് നല്ലവണ്ണം ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് ആ 3 ഡിഗ്രിയിൽ എയർക്രാഫ്റ്റ് പൊങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ പവർ ഫെയിലിയർ, ലോസ് ഓഫ് പവർ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ലോസ് ഓഫ് പവർ ഉണ്ടായ സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ ഹൈറ്റ് ഏകദേശം ഈ 600 അല്ലെങ്കിൽ 700 ഫീറ്റ് ആയതുകൊണ്ട് പൈലറ്റിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ചിട്ട് ഈ എയർക്രാഫ്റ്റിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ ഏകദേശം 2000 മുതൽ 2500 അടി വരെ ഉയരത്തിൽ ഇതിന് പറക്കാൻ പറ്റും. ടേക്ക് ഓഫിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞാൽ സാധാരണ ഇത്തരം വിമാനങ്ങളുടെ ഹൈറ്റ് ഒരു 2000 ഫീറ്റിൻ്റെ മുകളിൽ, അതായത് റൺവേ ലെവലിന് 2000 ഫീറ്റ് ഉയരത്തിലായിരിക്കും. അപ്പോൾ ഇത് അത്ര പോലും എത്തിയില്ല. അതായത് ഈ എൻജിൻ ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടേക്ക് ഓഫ് ആണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നേരെ മറിച്ചിട്ട് ഇത് 2000-3000 അടി ഉയർന്നതിലെത്തിയതിന് ശേഷമാണ് എൻജിൻ ഫെയിലിയർ ഉണ്ടായിരുന്നെങ്കിൽ എയർക്രാഫ്റ്റിനെ തിരിച്ച് ഓപ്പോസിറ്റ് റൺവേയിൽ ഗ്ലൈഡ് ചെയ്ത് ഇറക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത്തരം വിമാനങ്ങൾക്ക് ഒരു നോട്ടിക്കൽ മൈൽ പറക്കുമ്പോൾ ഏകദേശം എൻജിൻ ഫെയിലിയർ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഏകദേശം 300 ഫീറ്റാണ് ആൾട്ടിറ്റ്യൂഡ് ലൂസ് ആകുക. മാക്സിമം 300 ഫീറ്റാണ്. അപ്പോൾ ഏകദേശം 3000 അടി ഉയരത്തിലുള്ള എയർക്രാഫ്റ്റ് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ എഞ്ചിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഗ്ലൈഡ് ചെയ്ത് റൺവേയിലേക്ക് വരാൻ പറ്റും. പക്ഷേ അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ എയർക്രാഫ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ പിച്ച് എപ്പോഴും അത് ടച്ച് ചെയ്ത് ക്രാഷ് ചെയ്യുന്നവരെ, ഗ്രൗണ്ട് കോൺടാക്റ്റ് വരുന്നവരെ അത് അപ്പ് തന്നെയായിരുന്നു, ആ ടേക്ക് ഓഫ് പൊസിഷനിൽ തന്നെയായിരുന്നു. ഒരുപക്ഷെ പൈലറ്റ് വേറെ ഒന്നും ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥയിൽ നേരെ മുമ്പിൽ ആ BJ മെഡിക്കൽ കോളേജ്, ആ ഏരിയയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അതിന് ആ BJ മെഡിക്കൽ കോളേജിൻ്റെ പ്ലേ ഗ്രൗണ്ടുകളും മറ്റുമൊക്കെ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട് ആ ഏരിയയിൽ. ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഗ്രൗണ്ട് അവിടെ ഉണ്ട്. ഒരുപക്ഷെ പൈലറ്റ് ആ ഗ്രൗണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം എയർക്രാഫ്റ്റിനെ അങ്ങോട്ട് ഇടിച്ചിറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, ബിൽഡിങ്ങുകളൊക്കെ ഒഴിവാക്കി. പക്ഷേ ഈ ആൾട്ടിറ്റ്യൂഡ് ലൂസ് ചെയ്ത അത് പൈലറ്റിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഹോസ്റ്റൽ ബിൽഡിങ്ങിൽ ഈ വിമാനം ഇടിച്ച് തകരുകയാണ് ഉണ്ടായത്. പിന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി, ഏത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന അപകടമായാലും ശരി, അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒത്തിരി കൂടുതലായിരിക്കും. കാരണം ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനങ്ങളിലൊക്കെ എപ്പോഴും നിറയെ ഇന്ധനം ഉണ്ടായിരിക്കും. ഇപ്പം ഇത് തന്നെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഏകദേശം 9 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം. ആ 9 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 110 ടണ്ണോളം ഫ്യൂവൽ, ഏകദേശം റിപ്പോർട്ട് പ്രകാരം 1,25,000 ലിറ്റർ ഫ്യൂവൽ ഇത് ക്യാരി ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഫ്യൂവൽ മുഴുവൻ കത്തിത്തീരുന്ന വരെ വിമാനം ഒന്നും ബാക്കിയുണ്ടാവില്ല. പിന്നെ ഇത് ജനനിബിഡമായ ഒരു ഏരിയയിലാണ്, കുറച്ചും കൂടി ഈ സ്ഥലം മാറിയാണ് ഈ വിമാനം തകർന്നതെങ്കിൽ ഒരുപാട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുള്ള ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് തന്നെ ഇല്ലാതാകുമായിരുന്നു. അത് ഒരു ഭാഗ്യമായിട്ട് നമുക്ക് വേണം കരുതാൻ വേണ്ടി. പിന്നെ ഈ ബോയിങ് 7 മുഖം ചേർന്ന് എന്തായാലും അദ്ദേഹത്തിൻ്റെ അഹമ്മദാബാദ് എയർപോർട്ടിലെ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അഹമ്മദാബാദ് എയർ ട്രാഫിക് കൺട്രോളിൽ അദ്ദേഹം കുറച്ചധികം കാലം, ഏതാണ്ട് 5 കൊല്ലത്തോളം അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അവിടെ ജോയിൻറ്റ് ജനറൽ മാനേജറായിട്ടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ളത്. താങ്ക് യു മാക്സി സോബി. താങ്കളെ വീണ്ടും ബന്ധപ്പെടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു.